പത്തനംതിട്ടയിലെ ഈ NDAയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ആക്ഷേപം ഇന്നലെ ഉയർന്നതാണ്. അദ്ദേഹം പണം വാങ്ങി എന്ന ആക്ഷേപമാണ് ഉയർന്നത്. ദല്ലാൽ നന്ദകുമാറിന്റെ ഈ ആരോപണത്തിൽ പോര് കണക്കുകയാണ്. നന്ദകുമാർ ആരോപിച്ച പണമിടപാട് നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ PJ കുര്യനാണ്. പണം തിരികെ വാങ്ങി നൽകാൻ താൻ ഇടപെട്ടിരുന്നു എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കാര്യമോ കാശ് മേടിച്ച് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊന്നും എന്നോട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആന്റണിയോടാണോ പറഞ്ഞത് ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ പോലും. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല. 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. 7 ലക്ഷം രൂപ ആണെന്നുള്ള വിവരം എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക്. എന്നാൽ ശക്തമായി തിരിച്ചടിക്കുകയാണ് അനിൽ ആന്റണി. ആരോപണം അടിസ്ഥാനരഹിതമാണ്. ദല്ലാൽ നന്ദകുമാറിനെ തന്നെ പരിചയപ്പെടുത്തിയത് PJ കുര്യനാണ്. പരാജയ ഭീതി മുതൽ കോൺഗ്രസ് നെറുകെട്ട രാഷ്ട്രീയം കളിക്കുകയോ ആണെന്നാണ് അനിൽ ആന്റണി തിരിച്ചടിക്കുന്നത്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ PJ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് 52 വർഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ K കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് AK ആന്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ തന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരും. ഈ ആരോപണം വലിയ രീതിയിലാണ് പോര് മുറുകുന്നത്. ഇന്നലെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ PT തോമസിനും ഈ ആരോപണത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് ഈ ആക്ഷേപത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പത്നി ഇപ്പോൾ MLA ആയ ഉമാ തോമസ് പറയുന്നത്. പക്ഷേ ദല്ലാൽ നന്ദകുമാർ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന കാര്യം ഉമാ തോമസ് പറഞ്ഞു വയ്ക്കുന്നു. പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. എനിക്ക് നന്ദകുമാറിനെ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഒരു സൈക്കിള് ചവിട്ടി ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ. ഈ നന്ദപ്പനാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പം നന്ദപ്പന് ഇപ്പം ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, PT തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുവോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഇലക്ഷൻ കാലം നമ്മളിപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് 20 സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പുതിയ വിവാദമായി ഇത് മാറുകയാണ്. കാരണം ഇതിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന, ആക്ഷേപം നേരിടുന്ന വ്യക്തി രാജ്യത്തെ തന്നെ സുപ്രധാനമായ പദവിയിലിരുന്ന വ്യക്തിയാണ്. അവരുടെ മകനാണ് എന്നതാണ് അതിൻ്റെ ആക്ഷേപം ഘടിപ്പിക്കുന്നത്. ഒപ്പം ഇതിന് മറുപുറം കൂടിയുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. VV അരുൺ ചേരുന്നു. അരുൺ, ഈ ആക്ഷേപങ്ങളുടെ മറുപുറം
ആര് പണം കൊടുത്തു, ആര് പണം വാങ്ങി, അതിൻ്റെ വസ്തുതകൾക്കപ്പുറം പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ മകൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഇടപാട് നടത്തിയത് എന്ന ആക്ഷേപം അതിൻ്റെ ഒരു സൈഡായി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസോ അദ്ദേഹത്തിൻ്റെ അധികാരത്തെയോ പിൻപറ്റി എന്തു ശ്രമം നടന്നു എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെടും. അതിന് കോൺഗ്രസ് കൂടി മറുപടി പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ CPM അടക്കം ഇത് ഏറ്റെടുക്കുമോ? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ ചിത്രം? ഇക്കാര്യത്തിൽ അനിൽ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണമെന്ന് പറഞ്ഞു മാത്രം അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പകരം ഈ ആരോപണം യഥാർത്ഥത്തിൽ ചെന്നുകൊള്ളുന്നത് AK ആന്റണിക്കാണ്. AK ആന്റണി എന്ന ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സംശുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവെന്ന പേരുള്ള ഒരു നേതാവിന്റെ ആ സംശുദ്ധിയാണ് ഇദ്ദേഹത്തിന്റെ ദല്ലാ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലോടുകൂടി അല്ലെങ്കിൽ ആരോപണത്തോടുകൂടി, വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുന്ന വസ്തുതയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല, ആ ആരോപണം തന്നെ പറയാം ഈ ഘട്ടത്തിൽ. ആ ആരോപണത്തിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് AK ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ സംശുദ്ധി കൂടിയാണ്. സ്വാഭാവികമായും അനിൽ ആന്റണി എന്ന ഒരു വ്യക്തിക്ക് അന്ന് ഡൽഹിയിൽ താമസിച്ചിരുന്ന അയാൾക്ക് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള രഹസ്യരേഖകൾ, പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ, അവിടുത്തെ കോൺസുൽ നിയമനത്തിന്റെ രേഖകളൊക്കെ ലഭിക്കണമെങ്കിൽ അത് AK ആന്റണി എന്ന പ്രതിരോധ മന്ത്രിയുടെ അധികാരത്തെ മറപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് മാത്രമേ കഴിയൂ. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ദല്ലാൾ നന്ദകുമാർ അക്കാര്യത്തിന് അനിൽ ആന്റണിയെ സമീപിക്കുകയും ആ പണം കൊടുക്കുകയും ചെയ്തുവെന്ന നന്ദകുമാറിന്റെ ആരോപണത്തെ മുഖവിലേക്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ കുറ്റക്കാരനാകുക അനിൽ ആന്റണിക്കപ്പുറം AK ആന്റണി എന്ന അന്നത്തെ പ്രതിരോധ മന്ത്രി കൂടിയാണ്. നമുക്കറിയാം, അനിൽ ആന്റണി BJPയിലേക്ക് വരുമ്പോൾ പല അഭ്യൂഹങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ചില ഭീഷണികളും വിരട്ടലുകളും അതിന് പിന്നിലുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നിരുന്നു. ഒരുപക്ഷെ അതിലേക്കൊക്കെ കൂടുതൽ ചർച്ചകൾ കൊണ്ടുപോകുന്ന വെളിപ്പെടുത്തലാകാം, ആരോപണമാകാം ഇപ്പോൾ നന്ദകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തിന് അനിൽ ആന്റണിക്ക് പണം നൽകണം? അനിൽ ആന്റണി എന്ത് രേഖയാണ് എടുത്തു നൽകിയത്? ചില കാര്യങ്ങൾക്ക് തന്നെ നന്ദകുമാർ സമീപിച്ചിരുന്നു എന്നുകൂടി അനിൽ ആന്റണി പറയുമ്പോൾ, താൻ അത് നിരസിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തോ വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അത് അനിൽ ആന്റണി പറയും പോലെ ഇത്തരത്തിൽ PJ കുര്യൻ പരിചയപ്പെടുത്തിയ ഒരാൾ, അയാൾ വരുമ്പോൾ സ്വാഭാവികമായും താൻ ഒരു പരിചയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നപ്പോൾ ചില കാര്യങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്യാൻ, തന്റെ പിതാവിന്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ അത് അനിൽ ആന്റണിയും AK ആന്റണിയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് പോലെ, ദല്ലാ നന്ദകുമാർ പറയുന്നത് പോലെ പണം വാങ്ങി ചെയ്തു കൊടുക്കാമെന്ന് ഇദ്ദേഹം ഉറപ്പ് നൽകിയെങ്കിൽ, ചില വളരെ ഗുരുതരമായ ആരോപണങ്ങൾ CBI ഡയറക്ടറുടെ വസതിയിലെത്തിയതടക്കമുള്ള ആരോപണങ്ങൾ കൂടി നന്ദകുമാർ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ ചോദ്യം ചെയ്യപ്പെടുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ AK ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ആദർശധീരത എന്ന അസ്തിത്വത്തെ കൂടിയാണ് ഇപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്, ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിക്കുന്നത്. അനിൽ ആന്റണി തന്നെ തള്ളിക്കളയുന്നിടത്തോളം അതിന് മറ്റു തെളിവുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരാനിടയില്ല. പക്ഷേ ആ സംശയങ്ങൾ ഇനിയും ഉയർന്നു വരും. അത് കോൺഗ്രസ് നേതൃത്വത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒരുപക്ഷെ അനിൽ ആന്റണി ഇപ്പോൾ BJPക്കൊപ്പമായതിനാൽ അത്തരം അന്വേഷണങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കാൻ ഇടയില്ല. ഇവിടെ മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് കൂടിയാണ്, AK ആന്റണി കൂടിയാണ്. ഇന്നലെ AK ആന്റണി വാർത്താ സമ്മേളനം നടത്തിയാണ് ചില കാര്യങ്ങൾ, മകന്റെ BJP ബന്ധത്തെയൊക്കെ തള്ളിപ്പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം തോൽക്കണമെന്ന നിലപാട് വ്യക്തമാക്കിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി AK ആന്റണി മറുപടി പറയേണ്ടി വരും, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. ദല്ലാൽ നന്ദകുമാറിന് ഇത്ര ഒരു പരാതി ഉണ്ടായിരുന്നു സ്ഥിരീകരിക്കുന്നത് PJ കുര്യൻ എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ പ്രധാന മുഖമായിരുന്ന നേതാവ് കൂടിയാണ്. അവിടെയാണ് അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. AK ആന്റണിയുടെ ഓഫീസിനെ മറയാക്കിയെങ്കിലും അത് സ്വാഭാവികമായും AK ആന്റണിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് ആരും പറയുന്നില്ല. ആ ആരോപണം ഇപ്പോൾ ഉന്നയിക്കാൻ ആർക്കും കഴിയുകയുമില്ല. അതിനപ്പുറത്തേക്ക് ആ ഓഫീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ അതിനെ കരുവാക്കിക്കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രമങ്ങളെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നന്ദകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് വലിയ ചർച്ചയായി മാറാം. CPM എങ്ങനെ ഇതിനേറ്റെടുക്കും? കാരണം കോൺഗ്രസ് സ്വാഭാവികമായ വിഷയത്തിൽ കാര്യമായ മറുപടി പറയാൻ കഴിയില്ല. അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിനെതിരെ കൂടിയാണ് ഈ ആരോപണം. അദ്ദേഹത്തിന്റെ സംശുദ്ധിയെ കൂടി ചോദ്യം ചെയ്യുന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അവർ ഇടപെടില്ല. അനിൽ ആന്റണി BJPയുടെ പ്രധാന ദേശീയ നേതാക്കളിൽ ഒരാളായി വളർന്നു വരുന്ന ആളാണ്. കേരളത്തിൽ അത്രയധികം പ്രാധാന്യം നൽകി BJP കൊണ്ടു നടക്കുന്ന ആൾ കൂടിയാണ് അനിൽ ആന്റണി. അതുകൊണ്ട് BJPയുടെ ഭാഗത്തും അത്തരമൊരു ആരോപണമോ അന്വേഷണമോ ഉണ്ടാകാനിടയില്ല. ഇടതുപക്ഷം എങ്ങനെ ഇതിനെ ഏറ്റെടുക്കും എന്നതിനനുസരിച്ചിരിക്കും ഈ വിവാദത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. ഇടതു കേന്ദ്രങ്ങൾ ദല്ലാൽ നന്ദകുമാർ എന്ന അത്ര വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെ ആരോപണങ്ങൾ അതേപടി ഏറ്റെടുക്കുമോ എന്ന കാര്യം അത്ര വ്യക്തമല്ല. കാരണം നേരത്തെ ഇടതുമുന്നണിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദല്ലാൽ നന്ദകുമാർ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്ദകുമാറിന്റെ വാക്കുകളെ എത്രത്തോളം ഗൗരവത്തോടെ CPM ഇടതുപക്ഷം എടുക്കുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്.
അതാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. അനിൽ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണമാണെങ്കിലും ഫലത്തിൽ അത് പിതാവ് AK ആന്റണി അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ നടന്ന ചില ഇടപാടുകളിലേക്ക് പോലും ആരോപണത്തിന്റെ വിരൽത്തുമ്പ് നീളുന്നു എന്നതാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. നാളെ അതിന്റെ തുടർച്ച നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശയെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. BJPക്ക് വേണ്ടി നെയ്യാകാൻ വെണ്ണയായി കാത്തിരിക്കുന്ന കോൺഗ്രസുകാരുണ്ട്. BJPയെ ഭയപ്പെട്ട് ലീഗിനെ മാറ്റി നിർത്താൻ സ്വന്തം കൊടി പോലും ഉപേക്ഷിച്ചവരാണ് കോൺഗ്രസുകാരെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. RSS BJP രാഷ്ട്രീയം പറയാൻ ഇപ്പോഴേ ഇത്രയും വാശിയുള്ള ഇത്തരം മാന്യന്മാർ അഥവാ എങ്ങാനും ഇവിടെ എത്തിപ്പോയാൽ സ്ഥിതി എന്താ? പഴയ ചൊല്ലുണ്ട്, നമ്മളെല്ലാം പഠിച്ചതാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ എന്നാണ് ചോദ്യം. പഴയ ബന്ധത്തിലെ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ? നിലത്ത് വെച്ചാൽ മതി, എവിടെ വെച്ചാൽ മതി, വെണ്ണ നെയ്യാകും. അതുപോലെ ഇവരൊക്കെ വെണ്ണയാണ്. BJPക്ക് വേണ്ടി നെയ്യാകാൻ കാത്തിരിക്കുന്ന വെണ്ണയാണ് ഇത്തരം കോൺഗ്രസ്സുകാർ.